നിന്റെ അമ്മ ആദ്യം ആർക്കെങ്കിലും പാട് ഇതുപോലെ കൊടുത്തിട്ടുണ്ടോ നീ പോയി നോക്കണം. ചിലപ്പോൾ നാട്ടിൽ നീ അന്ന് പറഞ്ഞില്ല ഓട്ടോ സ്റ്റാൻഡൊക്കെ അവിടെയൊക്കെ ചിലപ്പോൾ ആൾക്കാർക്ക് പോയിട്ട് ഇതുപോലെ പാട് കൊടുത്തിട്ടുണ്ടായിരിക്കും. നീ അതാദ്യം പോയി ഒന്ന് നോക്കി നോക്ക്. ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിന്റെ അതേ സെയിം പാടുണ്ടോ എന്ന് നോക്കണം. കാരണം എങ്കിൽ കടിയുടെ ആഴം ഒരേ സെയിം കടി ആയിരിക്കും. എങ്കിൽ നോക്കിയാൽ മതി, നിനക്ക് കാര്യങ്ങളൊക്കെ അങ്ങ് ചെറുക്കട്ട് പിടികിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം സുജിൻ ആൻഡ് അതുൽ. സുജിൻ എല്ലാവർക്കും അറിയാം, അതുലിനെയും എല്ലാവർക്കും അറിയാം. എന്നാലും സുജിൻ്റെ അത്ര അതുലിനെ അറിയുന്നവർ കുറവായിരിക്കാം മേ ബി. പക്ഷെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ ഇടയിൽ അതുൽ എന്ന് പറഞ്ഞ വ്യക്തി വലിയൊരു മഹാനാണ്. കാരണം അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിയും വിവേകവും അതുപോലെ തന്നെ ഒരുപാട് സ്കൂളിൻ്റെ പടികളും കണ്ടിറങ്ങിയ ഒരു വ്യക്തിയാണ് അതുൽ എന്ന് പറയുന്നത്. ചിന്തിക്കാനും അതുപോലെ തന്നെ എന്താ പറയുക, IQ ലെവലൊക്കെ ഏറ്റവും അധികമാണ്. എനിക്ക് തോന്നുന്നു ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞ നമ്മുടെ മഹത് വ്യക്തിയായ അദ്ദേഹത്തിനേക്കാളും വലിയ മുകളിൽ നിൽക്കുന്ന IQ പവറുള്ള ഒരു വ്യക്തിയും കൂടിയാണ് നമ്മുടെ അതുൽ എന്ന് പറയുന്നത്. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം കാഴ്ചപ്പാടാണെന്ന് വേണേൽ പറയാം. കാരണം മറ്റുള്ളവരൊക്കെ പുച്ഛിച്ചും ആക്ഷേപിച്ചും പറയുന്ന രീതി ഇപ്പോഴും ഇദ്ദേഹത്തിന് എന്താ പറയുക, ആസ് യൂഷ്വൽ ഇദ്ദേഹത്തിൻ്റെ ഒരു കൾച്ചറാണ്. എനിക്ക് തോന്നുന്നു ജന്മനാ കിട്ടിയ സിദ്ധി എന്നൊക്കെ പറയുന്ന പോലെ ആയിരിക്കാം മേ ബി. ഭയങ്കര കൾച്ചറാണ് ഇദ്ദേഹത്തിന്. എനിക്ക് ആദ്യമിട്ട ഒരു വീഡിയോ ഞാൻ ശരിക്കും വിടണമെന്ന് കരുതിയതല്ല. കാരണം ബാക്കി വീഡിയോസ് ഒന്നും ഞാൻ പ്ലേ ചെയ്യുന്നില്ല. ബിക്കോസ് രണ്ടുപേരുടെയും തെറി അത്രയധികമാണ്. തെറികൾ കേൾപ്പിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ തെറികൾ നിങ്ങൾ കാണാനാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും സുജിൻ്റെയും അതുലിൻ്റെയും വീഡിയോ. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അവരെന്താ പറഞ്ഞത്. വീണ്ടും കാണിച്ചിട്ട് അവരുടെ തെറിയെ ഞാൻ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ഗതികേട് എനിക്കില്ല. കാരണം സംസ്കാരം എന്ന് പറഞ്ഞ സാധനം എനിക്കും എൻ്റെ ചാനലിനും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇപ്പം ഈ ഇഷ്യൂ ഉണ്ടായതിൻ്റെ തുടക്കം നിങ്ങൾക്കറിയാം. അത് വ്ളോഗ്സ് സുജിനെ റിയാക്ട് ചെയ്തു. ഞാൻ ഇപ്പോഴും പറയുന്നു, സുജിൻ്റെ ഭാഗത്ത് പൂർണ്ണമായിട്ടും തെറ്റ് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ സുജിന് പറഞ്ഞ ചില വാക്കുകൾ, ഇപ്പം പറഞ്ഞ പോലെ അമ്മ അച്ഛൻ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തികളെക്കുറിച്ച്, അത് ആരുടെ അമ്മയും അച്ഛനും ആയിക്കോട്ടെ അവർക്കൊരു മഹത്വം ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ പറയില്ലേ, നമുക്ക് നമ്മുടെ സ്വന്തം അച്ഛൻ അമ്മ അതിനേക്കാൾ ഉപരി ഓരോ പേരൻസിനെയും നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അച്ഛനമ്മയ്ക്ക് കൊടുക്കുന്ന വില എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ലെ മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. അല്ലേ, നമ്മൾ മറ്റുള്ളവർ അച്ഛനും അമ്മയെ പോലും നമ്മൾ സ്വന്തം അച്ഛനമ്മനെ പോലെ കാണണമെന്നാണ് പണ്ടുള്ള കാലങ്ങളിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് സ്വന്തം അച്ഛനമ്മ ആയതുകൊണ്ടല്ല, പക്ഷെ ആ ഒരു സ്ഥാനത്തെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംസ്കാരം നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ചുണ്ട്. അല്ലേ, നമ്മുടെ ഒരു ശൈലിയാണത്. ആ ഒരു ശൈലിയാണ് ഇപ്പം ഇവർ പുച്ഛിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം അമ്മ എന്ന് പറഞ്ഞ വാക്കിനോ അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞ വ്യക്തിത്വത്തിനോ ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഈ അതുൽ പറഞ്ഞ രീതി അല്ലെങ്കിൽ സുജിൻ പറഞ്ഞ രീതി. രണ്ടിനോടും ഞാൻ യോജിക്കുന്നില്ല. പ്രത്യേകിച്ച് അതുൽ പറഞ്ഞ ഒരു വേ ഓഫ് ടോക്ക്. പൊന്നതുലേ, നിനക്കൊക്കെ അമ്മ ഉണ്ടോയെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വന്തം അമ്മ വീട്ടിലുണ്ടെങ്കിൽ എങ്ങനെയാണ് നിനക്കൊക്കെ ഇങ്ങനെ ഒരു അമ്മയെക്കുറിച്ച് പറയാൻ പറ്റുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും കേൾക്കുമ്പോൾ തന്നെ ലജ്ജാവധം തോന്നുകയാണ്. എനിക്ക് തോന്നുന്നു നിൻ്റെ അമ്മയൊക്കെ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ, നിനക്ക് അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇത് കേൾക്കുകയാണെങ്കിൽ തൊലി ഉരിഞ്ഞു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ സുജിൻ്റെ ആണെങ്കിലും. കാരണം എങ്ങനെ പറയാൻ കഴിയുന്നു ഇതുപോലെ എന്നാണ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഒരുപാട് പേര് നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്, മാന്യമായിട്ടും നല്ല സംസ്കാരമായിട്ടും ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ. ഇപ്പോൾ മൂപ്പൻ വ്ലോഗ്, അതുപോലെ മനു മാസ്റ്റർ മൈൻഡ് മൈനു എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ദേവ് ടോക്സ്, അതുപോലെ തന്നെ അജു സോൺ, പിന്നെ ജേണി വിത്ത് മീ. അങ്ങനെ കുറച്ച് അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങളെ പക്വതയോടുകൂടിയും അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരവും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് വീഡിയോകൾ ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരുന്ന അത്യാവശ്യം ക്വാളിറ്റി തരുന്ന റിയാക്ഷൻ ചാനൽസാണ് ഇതൊക്കെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പലരെയും. എനിക്ക് തോന്നിയതാണ് അതിൽ ഒട്ടും പെടാത്ത ഒരാളാണ് ഇവൻ. ഇതിനെ തന്നെ ഏറ്റുപിടിച്ച് മറ്റൊരു വ്യക്തിയും കൂടിയുണ്ട്, ഡാനി സത്യ എന്ന് പറഞ്ഞ വ്യക്തി. ഇവൻ എന്താണോ പറയുന്നത് അതേ സാധനം തന്നെയാണ് ആ ഒരു വ്യക്തിയും പകർത്തുക. ഇവൻ എന്ത് അസഭ്യം പറയുന്നു അതേ അസഭ്യം അവനും പറയും. ഇവൻ എന്ത് സംസ്കാരം ചൂസ് ചെയ്യുന്നു അതേ സംസ്കാരം അവനും ചൂസ് ചെയ്യും. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അതുൽ എന്ന് പറഞ്ഞ വ്യക്തിയോട് എനിക്ക് പേഴ്സണലി ഒരു 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 ഹേറ്റ് ഉണ്ട്, അതായത് ഇഷ്ടക്കേടുണ്ട്. കാരണം
KL ബ്രോ ബിജു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ എയറിലായിരുന്നു. ഒബ്വിയസ്ലി എയറിലാവുമല്ലോ. അത് ബ്ലണ്ടറാണ് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും എനിക്കൊരു ദേഷ്യമോ വാശിയോ തോന്നിയ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു വ്യക്തിയോട് പോലും ഇഷ്ടം തോന്നാത്ത രീതിയിലല്ല മറ്റാരും ചെയ്തത്. പക്ഷെ ഇവൻ ചെയ്തത് മാത്രമാണ് എനിക്കൊരു പേഴ്സണൽ ഫീലിലോട്ട് എത്തിയത്. അത് ഇവൻ്റെ വർത്തമാന ശൈലിയാണ്. ഒരാളെ ഇല്ലായ്മയും, ഞാൻ പറഞ്ഞില്ലേ KL ബ്രോ ബിജു ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ചോദിച്ചൊരു വീഡിയോ ഇട്ട സമയത്ത് ഇവൻ എന്നോട് ചോദിച്ചൊരു കാര്യം ഇതാണ്: അവരുടെ ലൈഫ് അവരെങ്ങനെ ജീവിക്കുന്നു, അവരെങ്ങനെ കണ്ടന്റ് ഇടും, അത് അവരുടെ ഇഷ്ടമാണ്. നിനക്കെന്താ, നിനക്കെന്തിൻ്റെ കേടാ അടി. വേറെ ഒന്നും കൊണ്ടല്ല, ഇവൻ്റെ രീതി അതായിരുന്നു. ഇപ്പോൾ സുജിൻ ഇതേ കാറ്റഗറിയിൽപ്പെട്ടൊരു ഫാമിലി വ്ളോഗറാണ്. അപ്പം അവൻ്റെ ഇഷ്ടത്തിന് അവൻ കാര്യങ്ങൾ പറയുന്നു, അവൻ ഇടുന്നു. ഇവൻ എന്തിൻ്റെ കേടാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പറഞ്ഞ ഇതേ ന്യായം എന്തുകൊണ്ട് ഇവനില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ഇവനാണ് വലിയവൻ. ഇപ്പം നമ്മുടെ ഫഹദ് ഫാസിൽ ചോദിച്ചാൽ മതി, നീ ആണോടാ കോടതി എന്ന് ചോദിച്ച പോലെ. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതുമല്ല കേട്ടോ, ഞാൻ ചോദിച്ചതാണ്. അവനാണോ കോടതി എന്നുള്ള ലെവലിലാണ്, അല്ലെങ്കിൽ അവനാണ് അവസാന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അവനിലൂടെയാണ് റിയാക്ഷൻ വീഡിയോ പോകേണ്ടത്, അല്ലെങ്കിൽ അവൻ ചെയ്യുന്നതാണെല്ലാം ശരി, മറ്റുള്ളവരൊക്കെ വിവരവും ബുദ്ധിയും, അവൻ്റെ കണ്ണിൽ അതാണ് വിവരവും ബുദ്ധിയും വിവേകവും ഇല്ലാത്ത, മുടിയില്ലാത്ത, സ്കൂളിൻ്റെ പടി പോലും കയറാത്ത കുറേ എണ്ണം. അതിനവൻ ചൂസ് ചെയ്ത കുറേ വേർഡുകളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ വില കൂടെ പോയി പോകും. അപ്പം ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, കൂടുതലായിട്ടൊന്നും ഞാൻ ലാഗ് അടുപ്പിക്കുന്നില്ല. ആദ്യം കണ്ട വീഡിയോയിൽ അതിൽ സംസാരിച്ച സംസാരം, അമ്മ എന്ന് പറഞ്ഞ വാക്കിൻ്റെ വില നിനക്കൊന്നും അറിയില്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായി. നിൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ബഹുമാനം നീ കൊടുക്കുന്നുണ്ടെങ്കിൽ, അമ്മ എന്ന് നീ ആ വ്യക്തിയെ വിളിക്കുന്നുണ്ടെങ്കിൽ, ഒരു അമ്മ എന്ന് പറഞ്ഞ ഒരു വാക്കിനെ ഈ രീതിയിൽ നീ വിശേഷിപ്പിക്കരുത് എന്തൊക്കെയാണെങ്കിലും. കാരണം നീ ചൊറിഞ്ഞു മേടിച്ചതാണ് സുജിൻ്റെ അടുത്തുനിന്ന്. സുജിൻ പറഞ്ഞതും കറക്റ്റല്ല. സുജിനും ഒരിക്കലും ആ രീതിയിലുള്ളൊരു സംസാരം സംസാരിക്കരുതായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം പേരൻസിനെ ഒരിക്കലും ഇതിലേക്ക് വലിച്ചടയ്ക്കരുതായിരുന്നു. നിങ്ങളുടെ കഴിവുകേട് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിൽ നിങ്ങളുടെ പേരൻസിനെയോ അല്ലെ മറ്റുള്ളവരുടെ പേരൻസിനെയോ വലിച്ചടിച്ച് ആക്ഷേപിക്കുന്നത് എന്തിനാണ് എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്കൊന്നും അമ്മ എന്ന വാക്കിൻ്റെ ഒരു എടാ, നീയൊക്കെ ജനിച്ചത് എവിടെ നിന്നാടാ? നീയൊക്കെ ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് കായിട്ട് പറിച്ചെടുത്തതാണോ നിന്നെയൊക്കെ? ഞാൻ കാര്യമായിട്ട് ചോദിക്കുക. അമ്മയെ ആ രീതിയിലാണ് ആക്ഷേപിക്കുന്നത്. നിനക്കൊക്കെ എടാ പേഴ്സണൽ ഗഡ്സ് ഒക്കെ ഫീൽ ചെയ്തിട്ട് സംസാരിക്കാം. നിനക്ക് അവനോട് ദേഷ്യമുണ്ടോ? നീ പോയി അടുക്കി പോയിട്ട് അവൻ്റെ നാട്ടിൽ പോയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി കോൺവെർസേഷൻ നടത്തിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് പോയി നിൽക്കുക, എന്നിട്ട് അവിടുന്ന് നിങ്ങൾ അടിച്ച് തീർക്ക്. എന്താ ചേച്ചി? അല്ലാതെ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരുപാട് സ്ത്രീകളും ഒരുപാട് അമ്മമാരും കാണുന്ന വീഡിയോകളാണ്. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മമാരെ പറ്റി പറയുന്നത് എനിക്ക് യോജിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുലേ, നീ ഇത് ഇറന്ന് വാങ്ങിയതാണ് എന്ന് വ്യക്തമായിട്ട് നിനക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. നിനക്ക് വേണ്ടി ഒരാൾ പോലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല ഈ കാര്യത്തിൽ. പ്രത്യേകിച്ച് നിന്റെ കമൻറ്റ് ബോക്സും അതുപോലെ തന്നെ സുജിൻ്റെ കമൻറ്റ് ബോക്സും നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും എത്രത്തോളമാണ് നിനക്കുള്ള ഹേറ്റേഴ്സ് എന്ന്. സുജിൻ ഉച്ചയ്ക്കിട്ട വീഡിയോയ്ക്ക് ഏകദേശം 2 മണിക്കൂറോ 3 മണിക്കൂറോ ഇട്ട വീഡിയോയ്ക്ക് ഏകദേശം 1000 കമൻറ്റ്സ് വന്നു. 1000 കമൻറ്റ്സിലും ഒരു സപ്പോർട്ട് പോലും നിനക്കില്ല. എന്നിട്ടും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ വിവേകമോ നിനക്കില്ല. ഒന്നുകിൽ നിന്റെ പ്രായത്തിൻ്റെ ആവാം, അല്ലെങ്കിൽ നിന്റെ എനിക്ക് അറിഞ്ഞൂടാ. സുജിൻ പറഞ്ഞ പോലെ നിനക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള തകരാറുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം തോന്നിപ്പോകും. കാരണം ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ്. ഇതിൽ വന്ന പല കമൻസും ഞാൻ സൈഡിലിടാം, ഞാൻ വായിക്കാനൊന്നുമില്ല, സൈഡിൽ ഞാൻ ഇട്ടേക്കാം, നിങ്ങൾ കണ്ടുപോവുക. ഇവനെതിരെ വന്ന കമൻസ്, ഇവൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ആ രീതിയിലാണ് ഇവനെ എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോഴും ഇവൻ്റെ വിചാരത്തിൽ ഇവൻ വലിയ എന്തോ സംഭവമാണ്, ഇവൻ പറയുന്നതാണ് ശരി, ബാക്കിയുള്ളവരും എല്ലാവരും ഇവന് പുച്ഛമാണ്, എല്ലാവരും ഇവന് പുച്ഛമാണ്. എനിക്ക് തോന്നുന്നു ഇവൻ്റെ വാലിതാങ്ങിയായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് യൂട്യൂബ് തന്നെ. അവർ മാത്രമാണ് ഇവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുള്ളൂ, അവരെ മാത്രമാണ് ഇവന് കുറച്ച് ബഹുമാനമുള്ളൂ തോന്നുന്നു. അതർവൈസ് ബാക്കി എല്ലാവരും ഇവന് പുച്ഛാണ്. ഇവൻ പറയുന്നുണ്ട് 98K വ്യൂസ്, അല്ല സോറി സബ്സ്ക്രൈബേഴ്സ്. എടാ, ഇതൊക്കെ ഒറ്റയടിക്ക് തീരാവുന്നതേ ഉള്ളൂ. ഇതൊന്നും എടാ നീയോ ഞാനോ ഇന്നോ നാളെയോ ജീവിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നാളെ ഞാൻ ജീവനോട് ഉണ്ടാവുമെന്ന് പോലും പറയാൻ പറ്റുമോ? അപ്പോൾ ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അഹങ്കരിക്കുകയാണ്. എന്തിന്? നിനക്ക് ഈ 98 സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടോ? നാളെ വീഡിയോ ചെയ്യാൻ നീ ഇല്ലെങ്കിൽ ഈ 98 സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ വെറുതെയാടാ. അതിലൊരു കുന്തം ഉണ്ടാവില്ല. ആദ്യം സ്വയം എന്താന്ന് മനസ്സിലാക്ക്. നീ ഒരു മനുഷ്യനാണ്, അല്ലാണ്ട് അമാനുക ശക്തിയുള്ള ആളൊന്നുമല്ല നീ. മനസ്സിലായോ?
എന്നും ഇതുപോലെ എന്താ പറയുക ആവേശത്തോടെയും ഇതേ രൂപത്തിലും ഇതേ ഭാവത്തിലും നീ ഇരിക്കില്ല. മറ്റുള്ളവരെ പുച്ഛിച്ച് തള്ളുന്ന സമയത്ത്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത്, മറ്റുള്ളവരുടെ വീഡിയോ എന്തിന് ബ്രോ ബിജുവിനെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് അവൻ എന്നോട് പറഞ്ഞ എന്താ അറിയോ, സോറി, എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്ത് അവൻ പറഞ്ഞ ഡയലോഗ് എന്താണെന്നറിയോ, എടാ അത് അവരുടെ ഇഷ്ടമല്ലേ, അവരെന്ത് ചെയ്യണം അവരെന്ത് ചെയ്യണ്ട, ഏത് വീഡിയോ ഇടണം ഏത് വീഡിയോ ഇടണ്ട, അവരെങ്ങനെ സംസാരിക്കണ്ട, അവർ ഇൻ്റർവ്യൂവിന് എങ്ങനെ പോകണം എങ്ങനെ പോകണ്ട, അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. ഈ രീതി ഞാൻ കാണിച്ചെന്താ അറിയോ, അവൻ എന്നെ പുച്ഛിച്ചൊരു രീതിയുണ്ട്, അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ബുബോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്നെ കളിയാക്കിയിട്ടുണ്ട്, എൻ്റെ മുടിയെ കളിയാക്കിയിട്ടുണ്ട്, ഞാൻ മൊട്ടയടിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്കൂളിൻ്റെ പടി പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞത് ബ്രോ ബിജുവിനെ കുറിച്ച് അവൻ എന്നോട് പറഞ്ഞ, അതല്ലെങ്കിൽ എൻ്റെ വീഡിയോക്ക് റിയാക്ട് ചെയ്തത് അവൻ രീതിയിലാണ്. ഈ സുജിൻ എന്ന് പറഞ്ഞ വ്യക്തി നിന്റെ യൂട്യൂബ് ചാനൽ എടുത്തിട്ടാണോ അവൻ വീഡിയോ ചെയ്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. സുജിൻ നിന്റെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടാണോ അവൻ എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്കൊരു ന്യായം, മറ്റുള്ളവർക്ക് വേറൊരു ന്യായം എന്തുകൊണ്ടാണ് അതുലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നീ ചെയ്യുമ്പോൾ മാത്രം ഒന്ന്, മറ്റുള്ളവർ ചെയ്യുമ്പോൾ വേറെ ഒന്ന്, അതെന്താ? എനിക്ക് മനസ്സിലാവുന്നില്ല. സുജിൻ്റെ വീഡിയോ ചെയ്യാനുള്ള അധികാരമുണ്ട്. സുജിൻ്റെ ഇഷ്ടത്തിന് വീഡിയോ ചെയ്യുന്നു, നിനക്കെന്താ പ്രശ്നം? അവൻ്റെ വീഡിയോ അല്ലേ ചെയ്യുന്നത്, അതെടുത്ത് റിയാക്ട് ചെയ്തിട്ട് ചോദിച്ച് ചൊറിഞ്ഞിട്ട്, ഇപ്പം ലാലേട്ടൻ പറയുന്ന മാതിരി ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ ഞാൻ കയറി അങ്ങ് മാന്തും എന്ന് പറയുന്ന പോലെ അങ്ങോട്ട് കയറി മാന്തും വാങ്ങിയിട്ട് വീണ്ടും വീഡിയോ ഇട്ടിരിക്കുന്നു. അതേ മാന്തലിന് വേറൊരു മാന്തൽ കൊടുത്തിട്ട്, ആ മാന്തലാണെങ്കിൽ ഒരാൾക്കും ഒരു വിലയില്ലാത്ത രീതിയിലുള്ളൊരു മാന്തലും. സത്യമായിട്ടും ഒരാൾക്കും വേദനിക്കില്ല. നീ നിന്റെ വില തന്നെയാണ് കൊണ്ടുപോയി കളയുന്നത്. അതിലെ നിന്റെ സംസ്കാരം എന്താ എന്നുള്ളത് നിന്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വ്യക്തമാണ്. ഒരമ്മയെയോ അച്ഛനെയോ പാരൻസിനെയോ ഒരാളെയും ബഹുമാനിക്കാൻ അറിയാത്ത നീ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സീരിയസ്ലി, നീ നിന്റെ ചതിങ്ങിയ മോന്ത കണ്ടിട്ടുണ്ടോ? ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുകയാണ്. നീ നിന്റെ ചതിങ്ങിയ മോന്ത കണ്ടിട്ടുണ്ടോ? എന്നിട്ടാണോ നീ ബാക്കിയുള്ളവരെ പുച്ഛിക്കാൻ നടക്കുന്നത്, ബാക്കിയുള്ളവരെ ബോഡി ഷേമിങ് ചെയ്യുന്നത്, ബാക്കിയുള്ളവരെ വളരെ രീതിയിലാണ് നീ ആക്ഷേപിക്കുന്നത്? മെൻ്റലി ആയിക്കോട്ടെ, അവരുടെ ഫിസിക്കലി ആയിക്കോട്ടെ, അവരുടെ ഫാമിലി ആയിക്കോട്ടെ, അവരുടെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പുച്ഛിക്കുകയാണ് നീ കിടന്നിട്ട്. സോ നീ എല്ലാം തികഞ്ഞവനാണ് എന്നുള്ള ധാരണ നിനക്കുള്ളത് കൊണ്ടാണോ? ഇനി ശരിക്കും നീ എല്ലാം തികഞ്ഞവനാണോ? ക്വാളിഫിക്കേഷനിൽ നീ ഹൈ ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണോ? സ്കൂൾ പടികൾ ഒരുപാട് കയറിയത് കൊണ്ടാണോ നിനക്ക് ഇത്ര അഹങ്കാരം? നീ ഭയങ്കര സുന്ദരനാണോ? നിനക്ക് ഒരുപാട് മുടി, താടി, മീശ, നിന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ഷാറുഖ് ഖാനെ പോലെയൊക്കെ ഒരു ഫീല് തോന്നുമോ? അതുകൊണ്ടാണോ നിനക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ പുച്ഛം, മറ്റുള്ളവരെ കോലത്തെ കാണുമ്പോൾ പുച്ഛം? എനിക്ക് അറിയുന്നില്ല. സ്വന്തം കുറവുകൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം മറ്റുള്ളവരെ കുറവുകളെ കുറിച്ച് കൂടുതൽ പറയാം. ഞാൻ പറയാം, റിയാക്ഷൻ ചെയ്യാം. നിനക്ക് ഒരു ലിമിറ്റ് വേണം, യൂസ് ചെയ്യുന്ന വാക്കുകൾക്കായാലും സംസ്കാരത്തിനായാലും. ഇത് രണ്ടും ഇല്ലെങ്കിൽ നീ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ നിനക്ക് അധികം താമസം വേണ്ടി വരില്ല എന്നുള്ളതാണ്. എന്നെ പോലുള്ള ആൾക്കാരെല്ലാം നിന്നെ ഇറക്കി വിടാൻ പോകുന്നത് നിന്റെ സബ്സ്ക്രൈബേഴ്സും നിന്റെ വ്യൂവേഴ്സും ആയിരിക്കും. മനസ്സിലാക്കാൻ കുറച്ച് കോമൺ സെൻസ് ഉള്ള കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഇപ്പം നിന്റെ വീഡിയോ അതിൻ്റെ അടിയിൽ നോക്കി കണ്ടാൽ നിനക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, കമൻസ് ഞാൻ ഒരുവിധം ഇങ്ങനെ സൈഡിൽ ഇട്ട് പോകുന്നുണ്ട്, നിങ്ങൾ കണ്ടോളാം. ഈ രീതിയിലുള്ള സപ്പോർട്ടാണ് നിനക്ക് കിട്ടുന്നത്. എന്നിട്ടും നിനക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ നീ ഏത് സ്കൂൾ പടിയാടാ കയറിയത്? നിന്റെ വീട്ടുകാരെന്താ പഠിപ്പിച്ച് തന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും നിന്റെ അച്ഛനും അമ്മയും നിന്റെ വീഡിയോസ് കാണുന്നുണ്ടോ എന്ന് പോലും എനിക്ക് ഡൗട്ടാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിന്നെ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. ഇന്ന് ചെയ്ത വീഡിയോ നിന്റെ അച്ഛനും അമ്മയും കാണുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വേറൊന്നും കൊണ്ടല്ല, നിന്റെ അമ്മ നിന്നെ വില വെച്ച് പോകും. കാരണം സ്വന്തം അമ്മയ്ക്ക്, സ്വന്തം പാരൻസിന് നമ്മൾ കൊടുക്കുന്ന വിലയാണ്. നിന്റെ മറ്റുള്ളവർക്ക് ഞാൻ ഇപ്പോഴും പറയാണ്, നമ്മൾ മറ്റുള്ള പേരൻസിനെ റെസ്പെക്ട് ചെയ്യുന്ന കാണുമ്പോഴാണ് അവർ പറയാം, ആ കുട്ടി അവൻ്റെ അച്ഛനെയും അമ്മേനെയും ഈ രീതിയിലാണ് അവൻ റെസ്പെക്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അവൻ മറ്റുള്ള പേരൻസിനെ ഈ രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നതും സ്നേഹിക്കുന്നതും എന്നാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊക്കെ ആയ കാലത്ത് പഠിച്ച കാര്യങ്ങൾ അതാണ്. നമ്മുടെ സ്വന്തം അച്ഛൻ അമ്മ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം മറ്റുള്ള പേരൻസിനെ നമ്മൾ നോക്കി കാണേണ്ടതാണ് ഞാനൊക്കെ പഠിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള പേരൻസിന് ഒരാൾ പറയുന്നതും ഒരു അമ്മയെ തെറി വിളിക്കുന്നത് കേൾക്കുമ്പോഴും എനിക്ക് കുറച്ച് കേട്ട് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ എന്താണെങ്കിലും എൻ്റെ മുന്നിൽ നിന്നാണെങ്കിൽ ഞാൻ പോയി തല്ലോ, കാര്യം പറയുമോ, അല്ല പേരൻസിനെ പറയണ്ടെന്നോ ഞാൻ പറയും. സീരിയസ്ലി ഞാൻ പറയും. കേട്ട് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബിക്കോസ് എൻ്റെ പേരൻസിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. നീയൊക്കെ നിൻ്റെ പേരൻസിനെ എങ്ങനെയാണ് നോക്കി കാണുന്നതെന്നാണ് നീയൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അന്ന് വിളിച്ചു പോകുന്നത്. അതിലൂടെ തന്നെ നിൻ്റെയൊക്കെ സംസ്കാരം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായി. നീയൊന്നും റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു എങ്ങനെ 98K നിനക്ക് കിട്ടിയെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, എടാ നിന്നെ
ഞാൻ നിന്നോട് പറയട്ടെ, നിന്നോട് എനിക്ക് വ്യക്തിപരമായിട്ട് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല. നിന്നോട് ഞാൻ പറഞ്ഞു തരികയാണ്, നിൻ്റെ അത്ര വിവരമോ ബുദ്ധിയോ പറഞ്ഞ പോലെ ഒരുപാട് സ്കൂൾ പടികളൊന്നും ഞാൻ കയറിയിട്ടില്ല. എന്നാലും എൻ്റെ അറിവുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു ഡാനി സത്യ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഇവൻ്റെ അതേ പാറ്റേൺ ആണ്, ഇവനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇവൻ എന്ത് സംസ്കാരം ചൂസ് ചെയ്യുന്നോ അതേ സംസ്കാരത്തിൽ തന്നെ സംസാരിക്കുന്ന മറ്റൊരു വ്യക്തി. അപ്പോൾ ഇവരോട് രണ്ടുപേരോടും പറയുന്ന, അവൻ്റെ കണ്ണിൽ എനിക്ക് 35-40 വയസ്സെങ്ങാനുണ്ട്, ഡാനി സത്യയുടെ കണ്ണിൽ. അപ്പം പ്രായമുണ്ടെന്ന് വെച്ചോളൂ. ഇനിയിപ്പം കാരണം ഞാൻ പറയില്ലേ, മറ്റുള്ളവരെ കാഴ്ചപ്പാട് എന്താണ് അതിനെ നമുക്ക് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഒബ്വിയസ്ലി. അപ്പം എൻ്റെ പ്രായം എന്താണെന്ന് എനിക്കറിയാം, എൻ്റെ ചുറ്റുമുള്ളവർക്ക് അറിയാം. സോ അത് മാത്രം ഞാൻ നോക്കിയാൽ പോരെ. അപ്പോൾ ഇവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അതിലെ നീ നിൻ്റെ സംസ്കാരം ഒന്നും കൂടി നന്നാക്കിയാൽ നിനക്ക് നല്ലതായിരിക്കാം. കാരണം ഇന്ന് നിനക്കെതിരെ വന്നത് തെറിയാണ്, നാളെ നിന്നെ കൈവെക്കാൻ ആരെങ്കിലും വന്നു പോകും. അന്ന് ഞാൻ എടുത്തു പറയാണ്, വേറെ ഒന്നും കൊണ്ടും നീ വിചാരിക്കരുത്, വേറെ ആരും ഒന്നും വിചാരിക്കരുത്. കാരണം അവൻ എന്നെ ആക്ഷേപിച്ച രീതി അത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അവനോട് ദേഷ്യമല്ല, ഞാൻ പറയില്ല, അവനോടൊരു വെറുപ്പ് എനിക്ക് തോന്നിപ്പോയി. ആ വെറുപ്പിൻ്റെ മുഖത്ത് പറയാണ്, നിൻ്റെ ഉള്ള മോന്തയും കൂടി ചതുക്കി തരാൻ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് പറയാണ്, കുറച്ചും കൂടി മാന്യമായ രീതിയിൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. അതെന്തുകൊണ്ടും നിനക്ക് നല്ലതായിരിക്കും, ലൈഫിൽ നല്ലതാണ്. കാരണം നിനക്ക് എത്ര പ്രായം ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരുടെ കണ്ണിലും കാണുന്ന പോലെ 40-50 വയസ്സുണ്ടെന്നൊന്നും ഒറ്റയടിക്ക് പറയാനൊന്നും എനിക്ക് പറ്റില്ല. ചെറുതോ വലുതോ നിനക്ക് എന്തും ആവാം. ആ ഒരു പ്രായത്തിനെ ബഹുമാനിച്ചുകൊണ്ട് പറയുകയാണ്, നിൻ്റെ പ്രായത്തിൽ നിനക്ക് തോന്നുന്ന ചോരത്തിളപ്പിൽ സംസാരിക്കുന്ന സംസാരങ്ങളായിരിക്കാം. കുറച്ചും കൂടി കഴിയുമ്പോൾ നിനക്ക് ചിലപ്പം ഇതിൻ്റെ ഒരു തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ നീ ചിന്തിക്കും, അയ്യോ ഇത്രയൊന്നും ഞാൻ പറയണ്ടായിരുന്നു അല്ലേ, കുറച്ച് അധികമായി പോയില്ലേ എന്ന് ചിലപ്പോൾ നീ ചിന്തിച്ച് തുടങ്ങിയേക്കാം. അതുകൊണ്ട് പ്രത്യേകം പറയാണ്, സംസാരം നോക്കി കാര്യങ്ങൾ ചെയ്യുക, കുറച്ചും കൂടി നല്ലതായിരിക്കും നിനക്ക്. വേറൊന്നും കൊണ്ടും പറയല്ല. ഇനി ഇതെടുത്ത് നീ എന്നാ ടോഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നീ വീഡിയോ ചെയ്യാൻ ചെരിഞ്ഞ മോന്തിയും വെച്ച് വിരലസ്റ്റാ. ഞാൻ കാര്യം പറയാണ്, കാരണം നിന്നെ തോണ്ടാനോ ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, എൻ്റെ ഒരു തോണ്ടൽ നീ ഇല്ല എന്ന് തികച്ചും പറയാം. ഇനി നീ എന്നെ ഹറാസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ അടുത്ത് ഞാൻ വരും, നേരിട്ട് ഞാൻ വരും. അതുലെ നീ എവിടെയാണെങ്കിലും ഞാൻ ലീവ് എടുത്ത് ഞാൻ വരും നിന്നെ കാണാൻ. സീരിയസ്ലി പറയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. എന്നിട്ട് ഞാൻ വീഡിയോ ഇടും ലൈവായിട്ട്. സുജിൻ പറഞ്ഞ പോലെ വീഡിയോ എടുത്തുകൊണ്ട് നീ വന്നോ എന്ന് പറയുന്ന പോലെ ഒന്നല്ല, നിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ വീഡിയോ ഇടും. ഞാൻ അതുലിനെ കണ്ടിട്ടുണ്ട്. അത് നീ എത്ര ആൾക്കാരെ വേണം വിളിച്ചു പോയിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിന്നെ കാണാൻ ഞാൻ വരും. ഇത് വേറൊന്നും കൊണ്ടല്ല, കാരണം നീ ആ രീതിയിലാണ് ആൾക്കാരുടെ മനസ്സിൽ കയറി പറ്റുന്നതും ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുന്നതും. നിന്നോടൊരു രീതിയിലും ദേഷ്യമില്ലാത്ത വ്യക്തികളെ വരെ നീ ദേഷ്യം ആക്കിപ്പിക്കും. അതായത് നിന്നോടൊരു വെറുപ്പും നിന്നോടൊരു ഉള്ളിലൊരു എന്താ പറയുക ഫീൽ ഉണ്ടല്ലോ, അത് തോന്നിപ്പിക്കുന്നുള്ളതാണ്. അത് നിർത്തിയാൽ നിനക്ക് കൊള്ളാം.